2001 ഏപ്രിൽ 25 ബ്രസീൽ ജ്ഞാനദളം 303. സ്വാത്മബോധം കൊണ്ടുള്ള അപകടങ്ങളും കടപ്പാടുകൾ കൊണ്ടുള്ള ഗുണങ്ങളും. ആവശ്യപ്പെടൽ, അസൂയ, അവബോധക്കുറവ്, കൃതജ്ഞതയില്ലായ്മ എന്നിങ്ങനെ ഒരു പറ്റം നിഷേധ വികാരങ്ങളെ സ്വാത്മബോധത്തിന് സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് നോക്കൂ. അപരിചിതരോടാണ് നിങ്ങൾക്ക് കൂടുതൽ കൃതജ്ഞത തോന്നുക, അല്ലാതെ നിങ്ങളുടേതാണെന്ന് തോന്നുന്ന ആളുകളോടല്ല. സ്വാത്മബോധം കൃതജ്ഞതയുടെ അളവും അവബോധവും കുറയ്ക്കുകയും സ്നേഹത്തെ നശിപ്പിക്കുന്ന ആവശ്യപ്പെടലുകൾ സൃഷ്ടിക്കുകയും ചെയ്യും. മനുഷ്യബന്ധങ്ങളിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണിത്. ആളുകൾ അപരിചിതരോട് കൂടുതൽ നന്നായി പെരുമാറുകയും അവരെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നാൽ സ്വാത്മബോധം അശ്രദ്ധയും നിസ്സാരമാണെന്ന മനോഭാവവും സൃഷ്ടിക്കും. സ്വാത്മബോധം നിങ്ങളെ സംവേദനക്ഷമതയില്ലാത്തവരും മന്ദതയുള്ളവരുമാക്കി നിങ്ങളിൽ നിന്ന് ജീവിതത്തിലെ രസം എടുത്തു കളഞ്ഞേക്കാം. ഈ ലോകത്തിൽ ആരാണ് ആരുടേത്? നിങ്ങൾ ഇവിടെ ഒരു അപരിചിതനാണ്. എല്ലാവരും നിങ്ങൾക്കും അപരിചിതരാണ്. തങ്ങൾ അപരിചിതരാണെന്ന് തോന്നുന്നവർ ഭാഗ്യം ചെയ്തവരാണ്. നിങ്ങളുടേതാണ് എന്ന് തോന്നുന്ന ആളോടുള്ളതിനേക്കാൾ കടപ്പാട് നിങ്ങൾക്ക് അപരിചിതനോടാണ് തോന്നുക. നിങ്ങളുടെ അഹംഭാവത്തെ ചെറുതായൊന്ന് നിയന്ത്രിക്കാൻ കടപ്പാട് നല്ലതാണ്. അത് നിങ്ങളെ വിനയമുള്ളവരാക്കും. അഹംഭാവത്തിന് വിനയത്തെ പോലെ നല്ല ഒരു മറുമരുന്നില്ല. വിനയം എല്ലാ സദ്ഗുണങ്ങളുടെയും ആരംഭമാണ്. ആളുകൾ കടപ്പാടുകൾ ചെറുക്കുന്നു. കൊടുക്കുകയാണെങ്കിലും കൊള്ളുകയാണെങ്കിലും തങ്ങൾ എല്ലായ്പ്പോഴും കടപ്പെട്ടിരിക്കുകയാണ് എന്നവർ തിരിച്ചറിയുന്നില്ല. എന്തെങ്കിലും എടുത്താൽ മാത്രമേ കടപ്പെടുകയുള്ളൂ എന്നാണ് മന്ദതയുള്ളവർ വിചാരിക്കുന്നത്. ഒരാൾക്ക് കൊടുക്കുന്ന വസ്തു അയാൾ സ്വീകരിക്കുമ്പോൾ താൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ജ്ഞാനിക്കറിയാം. അതുകൊണ്ട് കൊടുത്താലും എടുത്താലും നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, കൊടുക്കുകയും എടുക്കുകയും ചെയ്യാത്ത ആളോടും നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങളെ കടപ്പെടുത്താത്തവരോടും നിങ്ങൾക്ക് കടപ്പാടുണ്ട് എന്നർത്ഥം. മനസ്സിലായോ? ഈ പഴയതും പരിചിതവുമായ ലോകത്തിൽ ഒരു അപരിചിതനായി തീർന്നുകൊണ്ട് ജീവിതം സ്വയം പുതുക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് നിറയെ കടപ്പാടുകളാണ്. മാത്രമല്ല, ഈ ലോകത്തിൽ നിങ്ങൾ പൂർണ്ണമായും അപരിചിതനുമാണ്. എങ്ങനെ തോന്നുന്നു? ജയ് ഗുരുദേവ്.